ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഗീസ് വ്ലോഗ്. അപ്പോൾ ഞാനും എൻ്റെ കുടുംബവും മഹാമാങ്ക കുംഭമേള മഹോത്സവം തൊഴാൻ വേണ്ടി വന്നതാണ്. ഇനി എനിക്ക് ഇങ്ങനത്തെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ കിട്ടുമെന്നും അറിയില്ല. അത്രയ്ക്കും ഒരു എന്താ പറയുക പുണ്യമുള്ളൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ അതാ ഞങ്ങളെ തിരുനാവായ അമ്പലത്തിലെത്തി. എല്ലാവരും അത്യാവശ്യം ജനത്തിരക്കും കാര്യമൊക്കെ ഉണ്ട്. അങ്ങനെ അമ്പലമൊക്കെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കയറി നവാമുകുന്ദനെ കണ്ട് തൊഴുതു. അങ്ങനെ തൊഴുതിട്ട് നേരെ നമ്മൾ നോക്കുമ്പോൾ നിലാനദി നമ്മെ നോക്കി ചിരിക്കണ പോലെ തോന്നണ അത്രയ്ക്കും ഭംഗിയാണ് നിലാനദി. അപ്പോൾ കുറേ നേരം ആ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ കുറേ നേരം നാമം ജപിച്ചിരിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി മഹാമാങ്ക മഹോത്സവം നടക്കുന്ന ഭാരതപ്പുഴയ്ക്ക് പോവുകയാണ്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ തൊഴുതിട്ട് തിരിച്ചു പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ ഇവിടെ ഒരു കവാടത്തിൽ മഹാമാങ്ക മഹോത്സവ കുംഭമേള എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതാ വരിയായിട്ട് പോകാൻ പറ്റുള്ളൂ. പോലീസുകാരും സന്നദ്ധ സംഘടനകളും എല്ലാവരും ഉണ്ട്. എല്ലാ ആളുകാരും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് ഈ ഒരു മഹാമാങ്ക മഹോത്സവ മേളയുടെ ഭാഗമാകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടാവും നിലാനദി. അതിസുന്ദരിയാണ് നില പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ രണ്ട് ഭാഗത്തുനിന്നും വരുന്ന തണുത്ത കാറ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നൽകുന്നുണ്ട്. അടിപൊളിയായിട്ട് നിലാനദി എനിക്ക് തോന്നുക ഒന്നും കൂടി ഭയങ്കര ഭംഗി കേട്ടോ കാണാൻ. അപ്പോൾ ആ കാറ്റിലും നമ്മൾ ഭക്തിസാന്ദ്രമായിട്ട് ആ ഒരു പ്രദേശം ആകെ മാറിക്കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഈ ബ്ലോഗ് നിങ്ങൾക്ക് കാണുമ്പോൾ ഈ പാലൊക്കെ എടുത്തത് വലിയ വൃത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്ക് ഈ പാലത്തിൽ നിന്നുകൊണ്ട് എടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല. കാരണം നമ്മളിപ്പോൾ നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ നടക്കുമ്പോഴാണ് എല്ലാവരും ഈ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഭാരതപ്പുഴയുടെ ഈ യജ്ഞം നടക്കുന്ന സ്ഥലത്തെത്തി. സ്നാനം ചെയ്തിട്ട് തൊഴാ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഇതാ കിച്ചുവും ഞങ്ങളൊക്കെ സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനും ചേച്ചിയും ആണ് സ്നാനം ചെയ്യണത്. കിച്ചുണ്ട്. അപ്പോൾ ഞങ്ങൾ നിലാസ്നാനം ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അവിടെ ഉള്ളൊരു സ്വാമിജി ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് ഞങ്ങൾ നിലാസ്നാനം ചെയ്യണത്. 3 വട്ടമാണ് നമ്മൾ മുങ്ങേണ്ടത്. അപ്പോൾ ഈ ഒരു 2026 തുടക്കത്തിൽ ഇങ്ങനെ ഒരു ശുഭമായിട്ടുള്ള ഒരു മുഹൂർത്തം നമുക്ക് കിട്ടിയതിൽ ഭയങ്കര എന്താ പറയുക സന്തോഷവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ ജീവിതം സഫലമായ പോലെയാണ്. ഓരോ മുങ്ങലിലും നമ്മൾ പുനർജനിക്കണ പോലെയുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് വന്നിട്ടുള്ളത്. അത്രയും ശുഭമുള്ള ഒരു കാര്യമായിട്ടാണ് ഈ ഒരു സ്നാനത്തെ ഇവിടെ വരുന്ന ഓരോ ഭക്തരും കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം നല്ല തിരക്ക് കൂടി വരികയാണ്. ഈ സ്നാനം കഴിഞ്ഞിട്ട് വേണം നമ്മൾ യജ്ഞശാലയിൽ പോയി തൊഴാൻ വേണ്ടിയിട്ട്. അങ്ങനെ യജ്ഞശാലയും തൊഴുതു, ഭഗവതീനെയും തൊഴുതു. അപ്പോൾ ജീവിതം സഫലമായൊരു ഇതാണ്. നമ്മുടെ മനസ്സിനും ശരീരത്തിനും വളരെയധികം ഉഷാറും ഉന്മേഷവും ഒക്കെ കിട്ടുന്ന ഒരു ഇതാണ്. അപ്പോൾ എല്ലാവരും നാമം ഉറക്കെ ചൊല്ലുകയാണ്.
നേരത്തെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നുകൊണ്ട് തന്നെ അമ്പലത്തിൽ വന്ന് തൊഴലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന പ്രഭാത ഭക്ഷണവും അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള അന്നദാനമൊക്കെ ഭഗവാന്റെ കഴിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. എന്നിട്ട് കിച്ചു പറഞ്ഞു, അമ്മ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തരുമോ പറഞ്ഞു. അപ്പോൾ അവൻ അയ്യപ്പസ്വാമിയുടെ അടുത്ത് നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. ഓരോ പുലികളേനെയും അവൻ മാറി മാറി പിടിക്കുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊന്നു പറഞ്ഞു എനിക്കും വേണം മേമേ പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ. അപ്പോൾ ഞാനും ചേച്ചി പിന്നെ എൻ്റെ അമ്മയുടെ 2 അനിയത്തിമാരുണ്ട്, ചിത്രമേമി മീനമേമി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസ് എടുത്തു. ഈ ഫോട്ടോസൊക്കെ നമ്മുടെ ഇനി ഇങ്ങനൊരു ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, അത്രയും ശുഭമുള്ളൊരു ദിവസമാണ്. അപ്പോൾ എന്നും ജീവിത അവസാനം വരെയും ഈ ഓർമ്മകൾ എല്ലാവരുടെ മനസ്സിലുണ്ടാവും. കാരണം അത്രയും ഭക്തി സാന്ദ്രമാണ്. അപ്പോൾ കിച്ചു പല പൊസിഷനിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4 മണി 4:30 ടൈം ആയപ്പോൾ തന്നെ കിച്ചുവിന് വാശി തുടങ്ങി. രാവിലെ വന്നതാവുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, കിച്ചു നമുക്ക് അശോകവൃക്ഷം കാണുക പറഞ്ഞിട്ട് അമ്പലത്തിൽ നിന്നുള്ള ഈ അശോകവൃക്ഷത്തിൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ അവ അതിനെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ലങ്കയിലെ രാവണൻ സീതാദേവീനെ അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ സീതാദേവി ദുഃഖിച്ച് ശ്രീരാമ ഭഗവാനെ ഓർത്ത് ഇരുന്നത് അശോകവൃക്ഷത്തിൻ്റെ ചോട്ടിലാണ്. ഈ ഒരു വൃക്ഷത്തിൻ്റെതാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരും അശോക തെച്ചിയൊക്കെ കണ്ടിട്ടുണ്ടാവും. തെച്ചിയൊക്കെ വേറൊരു പൂക്കളല്ലേ, ഇത് വളരെ പ്രത്യേകത ഉള്ള ഒരു പൂവാണ്. അപ്പോൾ കിച്ചു ഈ കഥകളൊക്കെ ഭയങ്കര അതിശയത്തോടെ കേട്ടിരുന്നു. അപ്പം ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ആകാശത്ത് കൃഷ്ണപ്പരുന്ത് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹം ചൊരിയണ പോലെ വട്ടിട്ട് പറക്കുകയാണ്. ഞാൻ യാഗഭൂമിയിൽ എത്തിയപ്പോഴും ഞങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് കൃഷ്ണപ്പരുന്തുകളുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുമഠത്തുനിന്ന് സ്വാമിമാർ വരികയാണ്.
പാർവതിയൊക്കെ തൊഴുതു മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ച് ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും നിങ്ങൾക്ക് പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഈ മഹാമാഘ കുംഭമേള വന്ന് തൊഴണം, നിലാനദിയിൽ സ്നാനം ചെയ്യണം.